ജീവിതത്തിനകത്തും ഒരു അറിവും തിരിച്ചറിവും ഉണ്ട്. അറിവുള്ള ആളുകളൊന്നും ജീവിതത്തിനകത്ത് വിജയിച്ചതായിട്ട് ഞാൻ എന്റെ ലൈഫിനകത്ത് എന്റെ ഈ കണ്ട 46 വയസ്സിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള അറിവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊന്നും ജീവിതത്തിൽ വിജയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തന്നെ അറിയുന്ന ഒത്തിരി പേര് വലിയ രീതിയിനകത്തുള്ള അറിവുകൾ നേടിയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആയത് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ലൈഫിനകത്ത് സക്സസ്ഫുൾ ആയ ആളുകൾ എപ്പോഴും നമ്മൾ കാണുന്ന സമയത്ത് അവര് ഒരു തിരിച്ചറിവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിനകത്ത് ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ ജീവിതത്തിനകത്തും ബിസിനസ്സിനകത്തും വലിയ മാറ്റം വേണ്ടി ഫ്രണ്ട്സ് ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദൈവം സഹായിച്ചിട്ട് ഈ സൂമിനൊക്കെ ലിങ്കിനകത്ത് കയറിയുള്ള എൻ്റെ വ്യക്തികൾക്കും ജീവിതത്തിനകത്ത് തിരിച്ചറിവ് ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. കാരണം അത് ദൈവത്തിന്റെ അടുത്ത് കിട്ടുന്ന ഒരു സംഭവമാണ്. ആ തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അപാരമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സക്സസ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായെടുക്കാൻ ദൈവങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സോ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കാം, നമ്മളെ ബിസിനസ്സിനകത്തും നമ്മളെ ലൈഫിനകത്തും വലിയ മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസുകളാണ് നമ്മൾ വരുത്തേണ്ടത്. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കാം, ഏതൊരു പ്രൊഡക്റ്റിനും MRP ഉണ്ട്. നമ്മൾ സാധനം വാങ്ങിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിനും MRP ഉണ്ട്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കുള്ള MRP എത്രയാണ്, നിങ്ങളെ MRP എന്താണ്, നിങ്ങളെ വാല്യൂ എന്താണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നമ്മളെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 2024 തീരുന്ന സമയത്ത് 2025, 26, 27 ഒക്കെ ആകുന്ന സമയത്ത് ഇവിടെ ഫ്രണ്ട്സ് നിങ്ങളെ വാല്യൂ എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും. നിങ്ങളെ പ്രൊഡക്റ്റിന്റെ നിങ്ങൾ എന്നുള്ള പ്രൊഡക്റ്റിന്റെ MRP എത്ര എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് ഡിസൈഡ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ഒരു വിഷനോട് കൂടിയിട്ടുള്ള ഒരു വ്യക്തികൾക്കാണ് ഇവിടെ ഫ്രണ്ട്സ് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് വലിയ രീതിയിനകത്തുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക. ആർക്കാണ് അത്രയും രീതിയിനകത്തുള്ള വിഷനും പർപ്പസുകളും ആർക്കാണ് ഉണ്ടാകുന്ന വ്യക്തികൾ ഇവിടെ ഫ്രണ്ട്സ് ജീവിതത്തിനകത്ത് വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ആരാണ്? ജീവിതത്തിനകത്ത് സ്വപ്നങ്ങളുള്ള ആളുകളാണ്. നമ്മളെ ജീവിതത്തിനകത്ത് സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാകണം. സ്വപ്നങ്ങൾ വലിയ രീതിയിനകത്തുള്ള സ്വപ്നങ്ങൾ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടാകണം. സ്വപ്നങ്ങൾ എന്നുള്ള സംഭവം, സ്വപ്നമില്ലാത്ത ഒരു വ്യക്തിക്കും ജീവിതത്തിനകത്ത് എവിടെ എത്താൻ പറ്റൂല. നമ്മൾ സ്വപ്നങ്ങൾ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ ഉള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകളെ കുറിച്ച് നമുക്ക് നോക്കാം. സ്വപ്നങ്ങൾ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും സമ്പത്തിനെ കുറിച്ചിട്ട്, സമ്പത്ത് ശരിയായ മാർഗമല്ല, സമ്പത്ത് നല്ലതല്ല, സമ്പത്തിനെ കുറിച്ചിട്ട്, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു നല്ല സംഭവമല്ല എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. നേരെമറിച്ച് ശരിയായ റൂട്ടിനകത്ത് ഒരു ഡയറക്റ്റ് ജീവിതത്തിനകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികള് ശരിയായ സമ്പത്ത് എങ്ങനെ ശരിയായ റൂട്ടിനകത്ത് കൂടെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുക. മറ്റുള്ളവര് ഈ സമ്പത്ത് വരുന്ന സംഭവം ആയിക്കോട്ടെ അതിനൊക്കെ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് കണ്ടിട്ട് അതിന്റെ ഒരു വലിയൊരു പുളിയണ്ടറായിട്ട് ജീവിക്കും. എന്ത് കാര്യത്തിനകത്തും സമ്പത്ത് ഒന്നും കാര്യമല്ല എന്നുള്ള രീതിയിനകത്തേക്ക് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. സമ്പത്ത് എന്നുള്ള സംഭവം വലിയൊരു സംഭവം ഒന്നല്ല, അതില്ലെങ്കിൽ ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകാം. സമ്പത്ത് ഇല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ജീവിതത്തിനകത്തൊക്കെ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുക, ജീവിതത്തിനകത്ത് സ്വപ്നങ്ങൾ ഇല്ലാത്ത ഒരു പറ്റം ലോകത്തിലുള്ള എല്ലാവരും ജീവിതത്തിനകത്ത് സ്വപ്നങ്ങൾ ഇല്ലാത്ത ആളുകളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് തൊഴിലാളികൾക്ക് തൊഴിലുണ്ടാവുമോ? അത് നമ്മൾ ചിന്തിച്ചു നോക്കുക. പണിയെടുക്കാൻ ആളുകൾ ഉണ്ടാവുമോ? ജീവിതത്തിനകത്ത് ഇന്ന് മെജോറിറ്റി പീപ്പിളും തൊഴിലാളികളാണ്. ഈ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയ രീതിയിനകത്തുള്ള സ്വപ്നങ്ങളുള്ള വലിയ സംരംഭത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒത്തിരി ആളുകൾക്ക് ജോലി ഉണ്ടാവുള്ളൂ. സോ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കി. സോ നമ്മളെപ്പോഴും ഞാൻ പല ബുക്കിനകത്ത് വായിച്ചിട്ടുള്ളതും പല മീറ്റിങ്ങിനകത്ത് എനിക്ക് കേൾക്കാൻ പറ്റിയതും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതി ഉണ്ട്. ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് 3 കാറ്റഗറിയുള്ള ആളുകളാണ്. ജീവിതത്തിനകത്ത് ഓർഡിനറി പീപ്പിൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ജോലിയെ കുറിച്ചിട്ടാണ്. ജോലി എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾസ് ഉണ്ട്. എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾസിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾസിന് എപ്പോഴും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. ദ സെയിം ടൈം വിഷനറീസ് വലിയ രീതിയിനകത്തുള്ള വിഷനറീസ് ഉണ്ട്. അവർക്ക് എന്തുണ്ടാവും? ഒരു കറക്റ്റ് വിഷൻ ഉണ്ടാവും. ലെജൻഡറീസ് ഈ ലെജൻസിന് ശരിക്കും എന്തുണ്ടായിരിക്കും? ഒരു കട്ട് ആൻഡ് റൈറ്റ് ഒരു വിഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കാം മൈ ഫ്രണ്ട്സ്, നിങ്ങൾ ഏത് കാറ്റഗറി പെട്ടതാണ്? നിങ്ങൾ ഒരു ഓർഡിനറി പീപ്പിൾസ്, മെജോറിറ്റി പീപ്പിൾസും ഓർഡിനറി ചിന്താഗതിക്കാരാണ്. ആ ജോലിയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുക, ആ കിട്ടുന്ന ആ സാലറിനകത്ത് ഇങ്ങനെ ഒതുങ്ങിയിട്ട് കൂടിയിട്ട് ജീവിക്കാം, അതിനാനുപാതികം ആ ജോലിനെ ബേസ് ചെയ്തിട്ടുള്ള സ്വപ്നങ്ങൾ ഉണ്ടാക്കുക. അതല്ലാതെ ജീവിതത്തിനകത്ത് സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ജോലി കിട്ടുന്ന ഇൻകത്തിനെ ബേസ് ചെയ്തിട്ട് സ്വപ്നങ്ങൾ അതിലേക്ക് ചുരുക്കുന്ന ആളുകളാണ്
ജോലിയുമായിട്ട് ബന്ധം, ഞാൻ ജോലി മോശം ജോലി കുറവെന്നുള്ളതിനെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജോലി കൊണ്ട് ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. ജീവിതത്തിനകത്ത് ജീവിച്ചു പോകാം ഒരു ജോലി കൊണ്ട്. പല ജീവിതത്തിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒത്തിരി സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഇവിടെ ഫ്രണ്ട്സ് നമ്മൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ ആയിട്ട് മാറണം. അവർക്ക് കറക്റ്റ് ആയിട്ട് എന്തുണ്ടാവും? ഒരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസിന്റെ പിന്നാലെയാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു പർപ്പസ് ഉണ്ടാവും. ദ സെയിം ടൈം നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മൾ ഏത് കാറ്റഗറിപ്പെട്ട ആളാണ്. അതുപോലെ ലെജൻഡറീസ്, അവർക്കൊരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാകും. നിങ്ങൾ ഏത് കാറ്റഗറിപ്പെട്ട ആളുകളാണ്? നിങ്ങൾക്ക് പർപ്പസ് ഉണ്ടോ? നിങ്ങൾക്ക് വിഷൻ ഉണ്ടോ? നിങ്ങൾക്ക് വിഷനും പർപ്പസും ഉണ്ടെങ്കിൽ നിങ്ങളെ ജീവിതത്തിനകത്ത് ഏത് സ്വപ്നങ്ങൾ നേടിയെടുക്കാനും മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ കൂടെ ആളുകൾ അണിനിരം. കാരണം എന്താണ്? ലെജൻഡറീസും വിഷനറീസിന്റെ ചിന്തകൾ എപ്പോഴും എന്താണ്? അവര് നേടിയെടുക്കാൻ പോകുന്ന പർപ്പസിനെ കുറിച്ചിട്ടും വിഷനെ കുറിച്ചിട്ടും അവർക്ക് എപ്പോഴും ആ ഒരു രീതിനകത്ത് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുക. നമ്മളെ ജീവിതത്തിനകത്ത് സക്സസ് എന്ന് പറഞ്ഞാല് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു സംഭവമുണ്ട്. വിജയം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് മാത്രമല്ല. ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം തിരുത്തേണ്ടത് എവിടെയാണ്? അയാളെ മെമ്മറിനകത്താണ്. നമ്മൾ ശരിക്കും ആലോചിക്കും, നമ്മളെ മെമ്മറിനകത്ത് ചേഞ്ച് വരുത്തണം. ബ്രെയിനകത്ത് ചിന്തിക്കുന്ന ചിന്തകളിൽ മാറ്റം ഉണ്ടാകണം. പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിനകത്ത് മാറ്റം ഉണ്ടാകണം. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കാം, നമ്മൾ ജീവിതത്തിനകത്ത് ചിന്തകളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം വളരെ വലിയൊരു സംഭവമാണ്. ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ബോധ മനസ്സ്, ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞ മനസ്സുണ്ട്. ഉപബോധ മനസ്സിനകത്തേക്ക് നിങ്ങൾ സ്വപ്നങ്ങളെ കയറ്റി വിടാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതത്തിനകത്ത് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഏറ്റവും വലിയൊരു വിന്നറായിട്ട് മാറും. ബോധ മനസ്സ് എപ്പോഴും നിങ്ങളോട് പറയും അത് നടക്കൂല, അത് നടക്കൂല, അത് നടത്താൻ കഴിയൂല എന്നുള്ളതിനെ കുറിച്ച് പറയും. പക്ഷെ ഉപബോധ മനസ്സിനകത്തേക്ക് നിങ്ങളെ സ്വപ്നങ്ങളും നിങ്ങളെ ആഗ്രഹങ്ങളും നിങ്ങളെ വിഷനും നിങ്ങൾക്ക് കടത്തിവിടാൻ പറ്റിയാൽ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയൊരു സക്സസ്ഫുൾ പേഴ്സൺ ആണ്. വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറും. ആ ഒരു വിഷനറി, ആ ഒരു രീതിനകത്ത് ഒരു സക്സസ്സും ആ രീതിനകത്തുള്ള ഒരു രീതിനകത്ത് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വേണ്ടത് മൈ ഡിയർ ഫ്രണ്ട്സ് ആ രീതിനകത്ത് ഒരു മെയിൻ കണ്ടീഷൻ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ള അറിവുകളാണ് വേണ്ടത്. അതിന് അറിവുകൾ വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് വായന വളരെ മസ്റ്റാണ്. നല്ല രീതിനകത്തേക്കാണെങ്കിൽ വായനകൾ വായിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, വായിച്ചു കഴിഞ്ഞാലേ വളരാനും പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിനകത്തേക്കുള്ള ബുക്കുകൾ വായിക്കണം. ദ സെയിം ടൈമിൽ നമുക്ക് എന്ത് വേണം? നല്ല രീതിനകത്തേക്ക് ചിന്തിച്ചും കൊണ്ട് നിൽക്കുന്ന ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിനകത്ത് ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകുന്ന ആളുകൾ നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന ഒരാളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ജീവിക്കണം. അതിന് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള എന്തുണ്ടാകണം? പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളുമായിട്ട് ഇടപഴക്കുണ്ടാകണം. നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലേക്ക് മാറണം. നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല. നമ്മളെ ഫ്രണ്ട്സ്, റിലേറ്റീവ്, കുടുംബങ്ങൾ, അങ്ങനത്തെ ഒത്തിരി ആളുകളിൽ നിന്ന് ഒരു പക്ഷേ നമുക്ക് കിട്ടുന്നത് എപ്പോഴും നെഗറ്റീവ് സംഭവമായിരിക്കും. പക്ഷെ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് കുടുംബത്തിന് ഒഴിവാക്കണം, ഫാമിലി റിലേഷൻഷിപ്പ് ഒഴിവാക്കണം എന്നുള്ളതല്ല പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ജീവിതത്തിനകത്ത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിനകത്ത് വിജയിക്കുന്നത് വരെ ഈ കണ്ട നെഗറ്റീവ് പറയുന്ന ആളുകളും ഈ കണ്ട നെഗറ്റീവ് പറയുന്ന കുടുംബക്കാരും ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന അയൽവാസികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റണം. നാളെ ജീവിതത്തിനകത്ത് വിജയിച്ചു കഴിഞ്ഞാൽ മൈ ഡിയർ ഫ്രണ്ട്സ് ഇവരൊന്നും നിങ്ങളോട് സംസാരിക്കില്ല, ഇവർ നിങ്ങളോട് ഒരു നെഗറ്റീവ് പറയില്ല. വിജയം കണ്ടെത്തുന്നത് വരെ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളെ ബ്രെയിനിനെ 100% പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങാൻ, പോസിറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ആ രീതിനകത്ത് എന്ത് ചെയ്യണം? ചിന്തിക്കുന്ന ആളുകൾ കൂടെ അസോസിയേറ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ആരുണ്ട്? മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് സക്സസ്ഫുൾ ലീഡേഴ്സ് ഉണ്ട്, നിങ്ങൾ അപ്ലയൻസ് ഉണ്ട്. നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായി സംസാരിച്ച് പോസിറ്റീവായി ചിന്തിക്കുന്ന ഒത്തിരി അപ്ലയൻസ് ഉണ്ട്. ആ അപ്ലയൻസുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു ചങ്ങാതിത്തം ഉണ്ടാകണം, ഒരു കൂട്ടുകെട്ട് ഉണ്ടാകണം. മൂന്നാമത് മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് എന്ത് വേണം? നമുക്കൊരു പ്രോപ്പർ മെന്റർഷിപ്പ് വേണം. കാരണം എന്തിനും നിങ്ങളെ വിജയത്തിനെ ആഗ്രഹിക്കുന്നതും നിങ്ങളെ വിജയത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു മെന്ററെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ആ മെന്റർഷിപ്പിനകത്തു കൂടെയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ചിന്തിക്കുന്ന ഒരു മെന്ററെ കണ്ടെത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക? അസോസിയേറ്റ് ചെയ്യുക.
ഈ 3 കാര്യത്തിനകത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താവും? ഓപ്പൺ ആവും. നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഏത് കാര്യത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടത്തിവിടാൻ പറ്റും. ആ സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിനകത്ത് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ വേണ്ടി ഫ്രണ്ട്സ് നിങ്ങൾക്ക് പറ്റും. അവിടെയാണ് പലപ്പോഴും പല ആളുകളും പറയുന്നുണ്ട് 10% ബ്രെയിന്റെ വർക്കും 20% ബ്രെയിന്റെ ആക്ടിവിറ്റീസും 80% ആക്ടിവിറ്റി നമ്മള് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഈ 80% വർക്ക് ചെയ്യുന്നത് 20% ബ്രെയിൻ കറക്റ്റ് ആയി കഴിഞ്ഞാലേ മൈ ഡിയർ ഫ്രണ്ട്സ് 80% റിസൾട്ട് ഉണ്ടാവുള്ളൂ. ആ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളെ ഹാർഡ് വർക്കിന്റെ കൂടെ തന്നെ ബ്രെയിൻ 80% ബ്രെയിൻ കണ്ടീഷൻ എന്ത് ചെയ്യണം? പ്രോപ്പർ ആണ്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ അപ്പുറത്ത് വർക്ക് ചെയ്ത് നോക്കി 100% റിസൾട്ട് ആവും. നമ്മൾ പലപ്പോഴും പല ആളുകളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ഓർഡിനറി പീപ്പിൾസിന്റെ മൈൻഡാണ്. എന്നിട്ട് നിങ്ങൾ നേടിയെടുക്കാനുള്ളതോ ഒരു വിഷൻ, ഒരു വലിയ രീതിയിനകത്തേക്കുള്ള വിഷനാണ് നേടിയെടുക്കാനുള്ളത്. ചിന്തകളോ ഒരു ഓർഡിനറി പീപ്പിൾസിന്റെ എക്സ്ട്രാ ഓർഡിനറി നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ട്സ് ഒരു ഓർഡിനറി ചിന്ത മതിയാവൂല. വലിയ രീതിയിനകത്തേക്ക് ചിന്തിക്കണം. സോ നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ഈ ബിസിനസ്സിനകത്ത് വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളും നമുക്ക് എന്ത് വേണം? ലൈഫ് സ്റ്റൈൽ വേണം. ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറക്ട് സെല്ലിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം മൈ ഡിയർ ഫ്രണ്ട്സ് ആക്ഷൻ വേണം. ആക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ആണ് നമ്മളെ സക്സസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റുന്നത്. പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന പണികൾ എന്താണ്? നിങ്ങൾക്ക് റിസൾട്ട് ആണ് ആവശ്യം, സക്സസ് ആണ് ആവശ്യം. നിങ്ങൾക്ക് എന്താണ്? നിങ്ങളെ ലൈഫ് സ്റ്റൈലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ചിന്തിക്കണം. അത് ചിന്തിച്ചാൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ പാർട്ടിനകത്തേക്ക് കടക്കണം. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, നമ്മൾ ആക്ഷൻ പാർട്ട് എത്രയാണ്? നമ്മൾ എന്തൊക്കെയാണ് ആക്ഷൻ പാർട്ട് ഇടുന്നത്? ഈ ബിസിനസ്സിനകത്ത് ഞാൻ ഓപ്പൺലി പറയും മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെ ജീവിതത്തിനകത്തൊക്കെ ഈ ബിസിനസ്സിനകത്ത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനകത്തേക്ക് കടക്കണം. കൺസിസ്റ്റൻസി, നിരന്തരമായിട്ടുള്ള പ്രയത്നം. എന്തിനു വേണ്ടിയിട്ട്? ലക്ഷ്യത്തിന് വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വിഷനറീസ് ആണെങ്കിൽ, നിങ്ങൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാകണം? നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി, നിരന്തരമായിട്ടുള്ള പ്രയത്നം ഉണ്ടാകണം. എന്തിന്? നിങ്ങളെ വിഷനും പർപ്പസും പൂർത്തീകരിക്കാൻ വേണ്ടി. അത് പൂർത്തീകരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ വേണം. ജീവിതത്തിനകത്ത് ഇന്ന് വരെ സക്സസ്ഫുൾ ആയ ഒരു വ്യക്തികളും ആക്ഷൻ ഇടാതെയും നമ്മളെ മറ്റേ കമ്മിറ്റ്മെന്റും കൺസിസ്റ്റൻസി പ്രൂവ് ചെയ്യാതെ ജീവിതത്തിൽ ഇന്ന് ഒരു വ്യക്തികളും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ഇവിടെ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് വന്നാലും ഏതൊരു വ്യക്തിക്കും വിജയിക്കണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയും കമ്മിറ്റ്മെന്റും വളരെ മസ്റ്റാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. എസ്പെഷ്യലി ഡയറക്ട് സെല്ലിങ്ങിനകത്ത്. നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനകത്ത് നമ്മൾ മേക്ക് ചെയ്യുന്നത് ആളുകളായിട്ടാണ്. ആളുകളായിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആളുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇടപഴകി കൊണ്ടിരിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഡയറക്ട് സെല്ലിംഗ്. പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ്. ഈ ബിസിനസ്സിനകത്ത് ഒരു കൺസിസ്റ്റൻസി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റാഞ്ഞാൽ നമ്മളെ ഇമേജ് കംപ്ലീറ്റ് പോകും മൈ ഡിയർ ഫ്രണ്ട്സ്. കാരണം നമ്മൾ ഇന്ന് ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നു. നാളെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം ചെയ്യാൻ പറ്റാതെ വന്നു എന്നുള്ള രീതിയിനകത്ത് ആകരുത്. നമ്മളൊരു കമ്മിറ്റ്മെന്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെന്റ് ഏത് കാലം വരെ? നിങ്ങളെ ജീവിതത്തിനകത്ത് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ ചങ്കില് ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ കമ്മിറ്റ്മെന്റ് കൂടെ നിൽക്കാൻ പറ്റണം. പല ആളുകൾക്കും ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകാതെ പോകുന്നത് ആളുകളോടുള്ള കമ്മിറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ പറ്റാതാകുന്നതുകൊണ്ടാണ്. ആളുകളോട് നമ്മൾ, മനുഷ്യന്മാരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരിക്കുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ നമ്മളെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതാണ് എന്താണ് പറയുന്നത് ചെയ്യാൻ കഴിയണം. എന്താണ് ചെയ്യുന്നത് അതേ പറയാനും പാടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിലേക്ക് കടക്കാൻ പറ്റണം. നമ്മൾ ഒരിക്കലെങ്കിലും നമ്മളെ ജീവിതത്തിനകത്ത് ചിന്തിച്ചു നോക്കേണ്ടത്, നമ്മൾ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്തോ ഒരു 1-on-1 പ്രസന്റേഷൻസ് നടക്കുന്ന സമയത്തോ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഡിസ്കഷൻ നടക്കുന്ന സമയത്തോ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ഡൗൺലൈൻസിനോട് പല വാക്കുകളും പറയും. പക്ഷെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, പറയുന്ന വാക്കുകൾ ഓർമ്മ വേണം, സംസാരിക്കുന്ന വാക്കുകൾ ഓർമ്മ വേണം. ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കാൻ പറ്റണം. ഞാൻ നിങ്ങളെ സക്സസിന് വേണ്ടിയിട്ട് നിങ്ങളെ മുന്നിൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റണം. സക്സസ് ബെറിന്റെ സിസ്റ്റത്തിന്റെ 100% ഫോളോ ചെയ്യും ഞാൻ എന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്യാൻ പറ്റണം. അപ്ലൈൻ പ്രോപ്പർ ആയിട്ട് ഞാൻ മെന്റർഷിപ്പ് കൂടെ ഞാൻ വളരും എന്ന് തീരുമാനം എടുത്തതാണ്, ഞാൻ അത് ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം.
ഇങ്ങനെ ഈ രീതിയിനകത്തുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ട്സ്, ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ഒരു ബെസ്റ്റ് ലീഡർ ആകാൻ പറ്റും, നിങ്ങൾക്ക് ബെസ്റ്റ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ലീഡർ ആയതുകൊണ്ട് മാത്രം എന്താവൂല, ജീവിതത്തിനകത്ത് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. നമ്മളൊരു ലീഡർ ആവുമ്പോൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും വേണം. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടത് കമ്മിറ്റ്മെന്റ് ആണ്. ആരോട് കമ്മിറ്റ്മെന്റ്? നമുക്ക് ഫസ്റ്റ് നമ്മളോട് ഒരു കമ്മിറ്റ്മെന്റ് വേണം, ടീമിനോട് കമ്മിറ്റ്മെന്റ് വേണം, സക്സസ് ബറിനോട് കമ്മിറ്റ്മെന്റ് വേണം, ഡൗൺലൈനോട് കമ്മിറ്റ്മെന്റ് വേണം, അപ്ലൈനോട് കമ്മിറ്റ്മെന്റ് വേണം. അത് 100% കമ്മിറ്റ്മെന്റോടുകൂടി ആയിരിക്കണം മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആകരുത്. ഒരു പക്ഷേ തുടക്കകാലത്ത് ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനകത്ത് ഒരു പക്ഷേ ഈ ബിസിനസ്സിനകത്തേക്ക് കടന്നു വരുന്നത് 30 വയസ്സിലാകാം, 40 വയസ്സിലാകാം, 50 വയസ്സിലാകാം, 18 വയസ്സിലാകാം, 20 വയസ്സിലാകാം, ഒക്കെ ആകാം. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ 18 വർഷം, 30 വർഷം, 40 വയസ്സിലും നമ്മൾ ജീവിച്ച ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നിന്നും നമ്മളെ ഒരു സക്സസ് ബറിന്റെ ഒരു സിസ്റ്റത്തിലേക്ക് കൂടെ ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തികളാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഈ 40 വർഷത്തെ ലൈഫിനകത്തുള്ള ലൈഫ് സ്റ്റൈലിനെ നമുക്ക് ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റിയെടുക്കാനൊന്നും പറ്റൂല. അതിനെ ഗ്രാജുവലി നമ്മൾ മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഗ്രാജുവലി മാറ്റിയെടുക്കാൻ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ശ്രമിക്കണം. ശ്രമമാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ജീവിതത്തിനകത്ത് നമ്മളെ സക്സസിലേക്ക് നയിക്കുന്നത്. എന്ത് കാര്യത്തിനകത്തും നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റണം. ശ്രമിച്ചാലേ ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളെ ബിസിനസ്സിനകത്ത് വലിയ മാറ്റം വരണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ആളുകളാണ്, നമ്മൾ പ്രവർത്തിക്കുന്ന ആളുകളാണ്. സോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു വീക്കിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു മന്ത് ഫസ്റ്റ്, ഇതിപ്പം കമ്പനിന്റെ ഫസ്റ്റ് മന്ത് സ്റ്റാർട്ടിംഗ് ആണ്, കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഫസ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ മാസങ്ങൾ ചെയ്ത വർക്കിനെ കുറിച്ച് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. കഴിഞ്ഞ മാസം 4 ആഴ്ച ചെയ്ത വർക്കിനകത്ത് അനലൈസ് ചെയ്തിട്ട് ആ അനലൈസിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും അതിനെ എഴുതി വെക്കുക. റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത പല ആളുകൾ ഉണ്ടായേക്കാം. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അവർ ശരിക്കും എന്ത് ചെയ്യുക, ഒന്ന് ഇരിക്കുക, നിങ്ങളെ മെന്ററുമായിട്ട് ഇരിക്കുക. ഇരുന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ കാരണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു അനലൈസിങ് നടത്തണം. എന്നിട്ട് അതിൽ നിന്നും മാറ്റം വരുത്തണം. പലപ്പോഴും പല ആളുകളിൽ നിന്നും ഞാൻ കണ്ടെത്തി കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ചെയ്യുന്ന പണികൾ തന്നെ ചെയ്തുകൊണ്ടേ നിൽക്കുക, പ്രത്യേകിച്ച് റിസൾട്ടുകൾ ഒന്നും വരുന്നില്ല, എന്നാലും ആ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു 3 മാസം 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പണി തന്നെ ചെയ്തിട്ട് അതിനകത്തൊരു റിസൾട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ അപ്ലൈ, നിങ്ങൾക്ക് പ്രയാസം ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ചിന്തിക്കാനും നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ മെന്ററുമായിട്ട് ഇരുന്നിട്ട് ഇതിനകത്തൊരു ഡിഫറൻസ് എനിക്ക് വരുത്തണം, അതിന് ഞാൻ എന്ത് മാറ്റം വരുത്തണം എന്നുള്ളത് നിങ്ങൾ അപ്ലൈ മെന്ററുമായിട്ട് ഇരുന്ന് സംസാരിച്ചാൽ അതിനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കും. പലപ്പോഴും പല ആളുകൾക്കും ബിസിനസ്സിനകത്ത് സംഭവിക്കണം എന്താ വെച്ചാൽ അങ്ങനെ പറയാനുള്ളതേ ഇല്ല. പലപ്പോഴും പല ആളുകൾക്കും മടിയാണ്. കാരണം എന്താ, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കോംപ്ലക്സ്, എന്റെ ഈഗോ, ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിനകത്ത് ഞാനത് തുടക്കകാലത്ത് തന്നെ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു വാക്ക്, എന്റെ ജീവിതത്തിനകത്തുള്ള ഏറ്റവും വലിയ വിജയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു, എന്ത് പറഞ്ഞാൽ ഒരു കേൾക്കാൻ ശ്രമിച്ചു. എന്റെ ലൈഫിനകത്ത് ഇനി കാര്യങ്ങൾ എന്താ നിങ്ങൾ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ ഞാനത് മാറാൻ ശ്രമിച്ചു. ഇങ്ങനെ പോയാൽ ഇങ്ങനെ നടക്കൂല എന്ന് പറഞ്ഞ് അതിനകത്ത് ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേഞ്ച് വരുത്താൻ ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ശ്രമിച്ചു. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ആയി. ഇവിടെ ഫ്രണ്ട്സ്, ഒരു വ്യക്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു സക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഉൾക്കൊള്ളാൻ കഴിയും, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റണം, അവരെ 100% വിശ്വസിക്കാൻ പറ്റണം. അതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു ജീവിതത്തിനകത്ത് വേണ്ട ഏറ്റവും വലിയ സക്സസ്. ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ലീഡർ ആയിരിക്കും, നമ്മൾ കാണുന്ന ഒരു ലീഡർ ആയിരിക്കും. എല്ലാവരും മനുഷ്യന്മാരാണ്. ഈ മനുഷ്യന്മാർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകൾ, എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ സംഭവിക്കാം. മനുഷ്യന്മാരല്ലേ നമ്മളൊക്കെ. അതുകൊണ്ട് വാക്കുകളോ പ്രവൃത്തികളോ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കാം. ഈ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഓപ്പൺലി നല്ല രീതിയിനകത്തേക്ക് ഇനി സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇനി കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഓപ്പൺലി പറയാൻ പറ്റണം. പലപ്പോഴും നമ്മൾ കണ്ടെത്താറ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പോയിട്ട് സംസാരിക്കുന്നത് എവിടെ പോയിട്ടാണ്? ഒന്നല്ലെങ്കിൽ ഡൗൺലൈൻസിനോട്, അല്ലെങ്കിൽ ക്രോസ് ലൈൻസിനോട്. ഒരിക്കലും നിങ്ങൾ സംസാരിക്കേണ്ട സ്ഥലത്ത് പോയിട്ട് സംസാരിക്കൂല. സംസാരിക്കേണ്ടത് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ അപ്ലൈനോടാണ്. നിങ്ങൾക്ക് എന്ത് ഇപ്പൊ ഒരു പക്ഷേ ഇന്നെ കുറിച്ചിട്ട് പല ആളുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്റെ പ്രോബ്ലംസ് പറയേണ്ടത് എവിടെയാണ്? എന്റെ അപ്ലൈൻസ് ഉണ്ട്. എന്റെ പ്രോബ്ലംസ് എന്നോട് പറയാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ.
അതല്ല, നിങ്ങൾ അപ്ലയൻസിനോട് പറയാം ഇനി സാർ ഇനി ചെറിയൊരു പ്രോബ്ലംസിന്റെ അറിയാതെ പറ്റും എന്തെങ്കിലും ആയിരിക്കും. സോ അതൊന്ന് തിരുത്താൻ വേണ്ടി പറയുന്നത്. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ തിരുത്തൽ വേണം, നമുക്കൊക്കെ മാറ്റങ്ങൾ വേണം ജീവിതത്തിനകത്ത്. ഞാൻ കണ്ട ഏറ്റവും വലിയൊരു വചനം ഖുർആനിലായാലും ശരി, ഗീതയിലായാലും ശരി, ബൈബിളിലായാലും ശരി, ഏതിനകത്തായാലും ശരി, ഞാൻ മനസ്സിലാക്കിയ സംഭവം, ഭൂമിയോളം താകാൻ പറ്റുന്നവർക്ക് ആകാശത്തോളം ഉയരാൻ പറ്റും മൈ ഡിയർ ഫ്രണ്ട്സ്. പക്ഷേ പല ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? അവരെ കോംപ്ലക്സുകൾ, അവരെ ഈഗോസ്, അവരെ വർക്ക് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മള് ഇപ്പം അടുത്ത് ഒരു സ്റ്റഡി നടന്ന സമയത്ത് ഞാൻ വായിച്ചതൊന്നല്ല, ഒരു എന്താ പറയാ വലിയ രീതിയിനകത്തുള്ള ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത് നിന്ന് നമ്മളെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ കുടുംബക്കാരനാണ്. അവരിൽ നിന്നും അവനൊരു സയന്റിസ്റ്റ് ആണ്. അവന്റെ ഒരു അറിവിനകത്ത് നിന്ന് അവൻ പറഞ്ഞൊരു ഇൻഫർമേഷൻ വളരെ കറക്റ്റാ. കാരണം എന്തുകൊണ്ടെന്നറിയോ? ഇപ്പൊ നടക്കുന്ന അറ്റാക്കുകളും ഇപ്പൊ നടക്കുന്ന ഒത്തിരി കാര്യങ്ങളും കൂടുതൽ നടക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഫ്രസ്ട്രേഷനാണ്. ഫ്രസ്ട്രേഷനിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം. നിങ്ങൾക്ക് എക്സസൈസ് ഉണ്ടോ? നിങ്ങൾക്ക് ന്യൂട്രീഷൻസ് ഉണ്ടോ? നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് ഉണ്ടോ? പക്ഷെ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടോ? നിങ്ങൾക്ക് എപ്പോഴും ടെൻഷനും ചിന്തകളും ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളാണ് നിങ്ങളെ ബ്രെയിനകത്ത് വളരുന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, അത് നിങ്ങൾ എന്തിനു പറ്റും? നിങ്ങളെ നെർവസ് സെൽസിന് അത് ബാധിക്കും, നിങ്ങളെ സെൽസുകൾക്ക് അത് ബാധിക്കും, നിങ്ങളെ ബ്രെയിനിന് അത് ബാധിക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. അത് ഏറ്റവും വലിയൊരു രോഗം അതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ദൈവത്തിൽ വിശ്വാസം സമർപ്പിക്കുക. മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരാ പറഞ്ഞത് എനിക്കറിയില്ല, എല്ലാം നല്ലതിന്, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നത് നല്ലത്, സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണം. ആരോട് കുറിച്ചിട്ട് എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിലും മൈ ഡിയർ ഫ്രണ്ട്സ് തുറന്നു പറയാൻ പഠിക്കണം. നമ്മൾ ഹൃദയത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം മൈ ഡിയർ ഫ്രണ്ട്സ് വളരൂല. ഹൃദയത്തിനകത്തുള്ള എന്ത് സംഭവമായി കഴിഞ്ഞാൽ തുറന്നു പറയാനുള്ള ഒരു സന്മനസ് നമുക്ക് ഉണ്ടായാൽ തന്നെ നമ്മളെ ജീവിതത്തിനകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. 2024 25 മൈ ഡിയർ ഫ്രണ്ട്സ്, 26 സക്സസ് സ്റ്റോറിക്ക് ഏറ്റവും വലിയൊരു വിഷനും പർപ്പസും ഉണ്ട്. ഈ പർപ്പസിനകത്തും ഈ വിഷനകത്തും മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രെയിൻ ആദ്യം സെറ്റ് ആകണം, നമ്മളെ മൈൻഡ് സെറ്റ് ആകണം. നമ്മളെ മനോസ്വരം പല ആളുകളും ലീഡേഴ്സ് എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്, നമ്മളൊരു ബോട്ടലിനകത്ത് വെള്ളം നിറക്കണം എന്നില്ല, ആ ബോട്ടലിന്റെ മൂടി തുറന്നിട്ട് വേണം ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ. നേരെ മറിച്ച് അത് മൂടിയിട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിനകത്ത് എന്തെങ്കിലും വെള്ളം കയറൂല ബോട്ടലിനകത്തേക്ക്. സോ സക്സസ്ഫുള്ളി 2024 25 26 വലിയ ഏറ്റവും വലിയ രീതിയിനകത്തുള്ള പർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടാണ് സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്നത്. ഈ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഫെയിലിയർ ആവും. ഞാൻ ഇതിന്റെ മുന്നേ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിന്റെ മുന്നേ ഞാൻ ഡയറക്ട് സെല്ലിങ് ചെയ്തിട്ടുണ്ട്. ആ ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഒരു പക്ഷേ എനിക്ക് ആ ബിസിനസിനകത്ത് ഒരു 5 വർഷം പിടിച്ചിട്ടുണ്ട്. ഞാനൊരു ട്രാക്കിനകത്തേക്ക് കയറിയപ്പോ, ട്രാക്കിനകത്ത് കയറി 4 വർഷം കൊണ്ട് എന്റെ ലൈഫിനകത്ത് വലിയ മാറ്റം ബിസിനസിനകത്ത് കൂടെ ഉണ്ടാക്കാൻ പറ്റി. സാമ്പത്തികപരമായിട്ടില്ലെങ്കിലും ഫിൽ ലെവലിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ ആ ബിസിനസിനകത്ത് കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ അത് ക്രിയേറ്റ് ചെയ്തെടുത്തത് എപ്പോഴാണെന്നറിയോ? നമ്മളെ മെമ്മറി ചേഞ്ച് ആയപ്പോഴാണ്, നമ്മളെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയപ്പോഴാണ്. ആറ്റിറ്റ്യൂഡിനകത്ത് എന്ന് ഡിഫറൻസ് വരുത്തിയോ അന്ന് മുതൽ ബിസിനസ് ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യും മൈ ഡിയർ ഫ്രണ്ട്സ്. ഇവിടെ ഈ മൈലേഷ്യൽ ബിസിനസിനകത്ത് വന്നിട്ട് ഒരു പക്ഷേ എന്റെ ലൈഫിനകത്ത് ഈ കണ്ട വലിയ മാറ്റം, വലിയ സക്സസ് എന്നല്ല, ഇത്രയും മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, നമ്മളെ അറിവിൽ നിന്നാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് സംഭവിച്ച ഫെയിലിയറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് നിങ്ങളോട് പറയുന്നത്. നമുക്കുണ്ടായ ഒരു ഫെയിലിയറും മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ പാടില്ല, ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സമയം കളയാനില്ല. ചെറിയ സമയമുള്ളൂ, ഒരുപാട് പണികൾ നമുക്ക് തീർക്കാനുണ്ട്. അതിനെന്ത് വേണം? ആദ്യം നമ്മളെ ബ്രെയിൻ കണ്ടീഷൻ കറക്റ്റ് ആണ്. നമ്മളൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാം. സക്സസ് ബറി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടെങ്കിലും നമ്മൾ ഇല്ലെങ്കിലും സക്സസ് ബറി 2025 26 സക്സസ് ബറിന്റെ വിഷൻ വളരെ വലുതാ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വിദൂരമല്ല. നമുക്ക് ഈ GTS-നകത്ത് നമുക്കൊക്കെ മനസ്സിലാവും. GTS കഴിഞ്ഞാൽ ബെറി സ്റ്റാർ എന്റെ പോലെ മീറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, മലപ്പുറം വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഇതിനകത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. അതുപോലെ എസ്പെഷ്യലി നമ്മളെ DTC-കളും STC-കൾക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എന്റെ മനോജ് സാർ ഒത്തിരി ഇൻഫർമേഷൻ സ്പെഷ്യൽ ആയിട്ട് അവരെ സക്സസിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കുക, അരമുറുക്കി ഇറങ്ങിയിട്ടുണ്ട് സക്സസ് ബറി. നമ്മൾ അരമുറുക്കി ഇറങ്ങിയിട്ടുണ്ടോ? അരമുറുക്കി ഇറങ്ങണം. ഇവിടെ ഒരു സക്സസ് എപ്പോഴാ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷൻ സക്സസിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്
ആ ഓർഗനൈസേഷന്റെ കൂടെ 100% വിശ്വസിച്ച് നിൽക്കാൻ പറ്റണം. ഒരു ലീഡർ ഒരു സക്സസിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ലീഡറെ കൂടെ നിൽക്കാൻ പറ്റണം. ആ ലീഡറെ കൂടെ നിൽക്കാൻ പറ്റുമ്പോഴേ നിൽക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. സക്സസ് ബറി തീരുമാനം എടുത്ത് കഴിഞ്ഞു പോയി, അതിന്റെ തുടക്കങ്ങൾ കാണാൻ കിടക്കുന്നു. ഈ GTSനകത്ത് അടുത്ത ശനിയാഴ്ച നടക്കുന്ന GTSനകത്ത് വരുന്നത് നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് സക്സസ് ബറിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാറാണ്. നിങ്ങൾക്കൊക്കെ ഗ്രൂപ്പിൽ ഫോട്ടോ വന്നിട്ടുണ്ടായിരിക്കും. സോ മനോജ് സാറാണ്. ഒരു കാര്യം ഞാൻ ഓപ്പൺലി ഞാൻ പറയാം, ഈ നിൽക്കുന്ന എന്റെ ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ എത്ര മണിക്ക് വന്നോണ്ടി 2 മുതൽ 2:30 ഉള്ളിൽ അവിടെ കയറിക്കോണ്ടി, എന്നാ ഇരിക്കാം. അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. മുമ്പ് നമ്മളെ ഒത്തിരി ITCകളൊക്കെ വന്ന സമയത്തുള്ള അവിടുത്തെ അനുഭവം എന്താന്നുള്ളത്, ആ അനുഭവം നമുക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളെ ടീം കംപ്ലീറ്റ് എന്തായിരിക്കണം, ഷാർപ്പ് ഒരു 2:30 മണിയാകുമ്പോഴത്തേന് എല്ലാവരും അവിടെ എത്തണം. ഞാൻ ഉദ്ദേശിക്കുന്നത് 2:50 ആകുമ്പോൾ പ്ലാൻ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഷാർപ്പ് 5-5:45 ആകുമ്പോൾ പ്രോഗ്രാം തീരണം. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റിങ്ങുകൾ ഉള്ളതാണ്. കാരണം മനോജ് സാറെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മാക്സിമം നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, മനോജ് സാറ് വരുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളെ ബിസിനസ്സിനകത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം. അതുകൊണ്ട് അതിൽ ഒത്തിരി പ്ലാനിങ്ങുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ GTSനകത്ത് നമ്മളെ ഈ ബിസിനസ്സിനകത്ത്, ഈ മൈലേഷ്യൽ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയ ഫ്രണ്ട്സ് ഞാൻ പറയും, ഇന്നത്തെ കണ്ടീഷനകത്ത് GTS മാത്രം ഉപയോഗപ്പെടുത്തിയാൽ. എല്ലാ സ്ഥലത്തും GTS ഉണ്ട്, കണ്ണൂരുണ്ട്, കേരളത്തിലെ എല്ലാ സ്ഥലത്തും GTS നടക്കുന്നു. ഈ GTS മാത്രം മതി വേണ്ടിയ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ബിസിനസ്സിനെ വലുതാക്കി എടുക്കാൻ പറ്റാം. എസ്പെഷ്യലി നമ്മളെ മലപ്പുറം ജില്ലയിലെ GTS, ഇന്ന് കേരളത്തിൽ നടക്കുന്ന GTSൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള GTSും ഏറ്റവും ക്രൗഡ് നിറഞ്ഞ GTSും ആണ് മലപ്പുറം ജില്ലയിൽ നടക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല. ഓൾറെഡി കഴിഞ്ഞ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിനകത്ത്, അഞ്ജിത മേഡത്തിന്റെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിനകത്ത് ദിൽജിത്ത് സാറ് കാലിക്കറ്റിലുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി ദിൽജിത്ത് സാറായിട്ട് 1-2 കാര്യങ്ങൾ GTSുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് കമ്പനി ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ്, മലപ്പുറം ഈസ് ദ ഗ്രോയിങ്. മലപ്പുറം വലിയ ഗ്രോത്തിനകത്തേക്കാണ് പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ തുടക്കമാണ് എന്തിന്, അവിടുത്തെ GTS. ആ GTSനകത്ത് ഏറ്റവും നല്ല ക്രൗഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറം എസ്പെഷ്യലി MI ലൈഫ് സ്റ്റൈല് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എന്താണ് മാർക്കറ്റാണ്. അവർ തന്നെ പറഞ്ഞു, കമ്പനി എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു നല്ലൊരു മാർക്കറ്റാണ് മലപ്പുറം ജില്ല. ഈ മലപ്പുറം ജില്ലയിനകത്ത് കമ്പനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ ഫ്രണ്ട്സ് നമ്മൾ ആലോചിച്ച് നോക്കുക, കമ്പനി ഈസ് ദ ഗ്രോയിങ്, സക്സസ്ഫുൾ ഈസ് ദ ഗ്രോയിങ്. നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട്, നമുക്ക് ഗ്രോത്ത് ആവശ്യം. മീഡിയ ഫ്രണ്ട്സ് ഒരുമിച്ച് നിൽക്കുക, കൂടെ നിൽക്കുക. ഏതൊരു സക്സസിനകത്തും മീഡിയ ഫ്രണ്ട്സ് യൂണിറ്റിയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. സക്സസ് വിജയം നിങ്ങൾക്ക് ടീമിനകത്ത് യൂണിറ്റി വേണം. നിങ്ങൾ അപ്ലൈനുമായിട്ട് കറക്റ്റ് യൂണിറ്റി കറക്റ്റ് ആണ്, സക്സസ് പരമായിട്ട് യൂണിറ്റി കറക്റ്റ് ആണ്. യൂണിറ്റി എന്നുള്ള സംഭവമാണ് ജീവിതത്തിനകത്ത് ഏറ്റവും നല്ലത്. ഒരു കൂട്ടായ്മക്കുള്ള ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ യൂണിറ്റിയാണ്. ആ യൂണിറ്റിയിൽ നിൽക്കാൻ കഴിയും. അത് നിൽക്കൽ എവിടെയാണ്? നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ നിങ്ങളിൽ നിന്ന് യൂണിറ്റി തുടങ്ങണം. നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെ ഡൗൺലൈൻ പഠിക്കണം. അതിനകത്ത് എന്ത് വേണം? കറക്റ്റ് കൂടെ നിൽക്കും. സക്സസ്ഫുള്ളി ഗ്രോ ചെയ്യാണ്, MI ലൈഫ് സ്റ്റൈൽ ഗ്രോ ചെയ്യാണ്. എസ്പെഷ്യലി നമ്മൾ ഓരോ ടീമുകളും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ NTC ഇറങ്ങുന്ന ഓർഗനൈസേഷൻ ഒന്ന് വളരെ വലിയ രീതിയിനകത്തുള്ള മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മീഡിയ ഫ്രണ്ട്സ് ഒരുമിച്ച് നിൽക്കുക. നിങ്ങളെ കൂടെ എല്ലാ STCകളും സ്പെഷ്യൽ തീരുമാനം എടുത്തിട്ടും സ്പെഷ്യൽ ഗ്രോത്തിനകത്ത് ബിസിനസ്സിനകത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്രോ ചെയ്യുന്ന സമയത്ത് മീഡിയ ഫ്രണ്ട്സ് കൂടെ നിൽക്കണം. അപ്പോഴാണ് ഗ്രോത്ത് ഉണ്ടാകാൻ പറ്റുക. അതുകൊണ്ട് തന്നെ GTS മാക്സിമം പ്രൊമോട്ട് ചെയ്യാം. GTSനകത്ത് നിങ്ങളെ നമ്പേഴ്സിനെ പങ്കെടുപ്പിക്കാം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന വാക്കാണ്, ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഇൻകം ലെവൽ കൂട്ടാൻ GTS org 1 org 2 നമ്പേഴ്സിനെ കൂട്ടുക. അതല്ലാതെ ഇതിനകത്ത് എന്തില്ല, ഒരു ഷോർട്ട് കട്ട് ഒന്നും ഈ ബിസിനസ്സിനകത്ത് മീഡിയ ഫ്രണ്ട്സ് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഷോർട്ട് കട്ട് ഞാൻ ഈ ബിസിനസ്സിനകത്ത് കണ്ടിട്ടില്ല. ഒരു ഷോർട്ട് കട്ട് ഞാൻ ഈ ബിസിനസ്സിനകത്ത് കണ്ടിട്ടില്ല. വേറെ എന്ത് ബിസിനസ്സിനകത്തും നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്, അത് ചെയ്തത് നോക്കാം. അങ്ങനെ ഇങ്ങനെ ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഷോർട്ട് കട്ട് ഇല്ല. ഒരു മറമില്ലാത്ത ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. അതുകൊണ്ട് തന്നെ അവനാൻ ചെയ്യുന്നത് ചെയ്താൽ മാത്രമേ ബിസിനസ്സിനകത്തൂടെ വിജയിക്കാൻ പറ്റുള്ളൂ. ഈ ബിസിനസ്സിനകത്തൂടെ അവനാൻ ചെയ്തിട്ട് വിജയിച്ചാൽ അത് ജീവിതകാലം ഇവനെ നിലനിൽക്കും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ബിസിനസ്സിനകത്ത് ഷോർട്ട് കട്ട് ഇല്ലാത്തൊരു ബിസിനസ്. അതുകൊണ്ട് GTS ശരിക്കും കണ്ണടച്ച് പ്രൊമോട്ട് ചെയ്യാം. സോ അതുപോലെ തന്നെ മീഡിയ ഫ്രണ്ട്സ് നമ്മളെ ബെറിയുടെ പ്രോഗ്രാം, ബെറി സ്റ്റാറിന്റെ പ്രോഗ്രാം, ബെറി സ്റ്റാറിന്റെ പ്രോഗ്രാം മലപ്പുറത്ത് നടക്കുന്നുണ്ട് 7-ാം തീയതി വരുന്ന സൺഡേ, നെക്സ്റ്റ് സൺഡേ. ഞാനത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ടിക്കറ്റ് ഓൾറെഡി എന്താണ് കൺക്ലൂഡ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആകെ 400-400 ആളുകൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി 450 ടിക്കറ്റും പോയി. അതിനകത്ത് 225 ടിക്കറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 225 ടിക്കറ്റ് കൊടുത്തിട്ട് തന്നെ ഈ ഗ്രൂപ്പ് ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടു നിൽക്കുന്ന പല STCകളും എന്നോട് ചൂടാൻ തുടങ്ങിയിട്ട്
നിങ്ങൾ ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന നടത്തിക്കൂടെ, നിങ്ങൾക്ക് കുറച്ച് ടിക്കറ്റ് വെച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ട്സ് എന്തും നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വെക്കാനൊക്കെ നമ്മൾ വെക്കാൻ പോകുന്നു, പ്രോഗ്രാം ഒത്തിരി വെക്കുന്നുണ്ട്. പക്ഷെ ഈ മീറ്റിംഗ് നമ്മളൊരു തുടക്കമാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 225 ടിക്കറ്റ് തന്ന ഓരോ STCകൾക്കും 30, 40, 15, 20, 25 ഒക്കെ തന്ന ആൾക്കാരുണ്ട്, വാങ്ങിയ ആൾക്കാരുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചോളി. ആർക്കാണ് ഈ ബിസിനസ് ആവശ്യം അവർക്ക് കറക്റ്റ് എത്തിച്ചിട്ട് അവരെ കറക്റ്റ് സമയത്ത് എത്തിച്ചോളി. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഷാർപ്പ് 9 മണിക്ക് അവിടെ എത്തണം. 9:30 മണിക്ക് നമ്മൾ 10 ആളാണെങ്കിൽ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. 9:30 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. 9:30 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് 2 മണിക്ക് പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഷാർപ്പ് 9:30 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ലീഡേഴ്സും ഷാർപ്പ് 9 മണിയാകുമ്പോൾ 9:15 ടീമിനായിട്ട് അവിടെ എത്തിക്കൂടാ. മൂന്നാമത് ഇവിടെ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്താണ്? ബെറിഡേ. നമ്മളിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു പരിപാടികൾ എന്തിലേക്കാണ്? ബെറിഡേയിലേക്കാണ്. നമുക്കറിയാൻ പറ്റും ലോകത്തില്, ഇന്ത്യയില്, കേരളത്തില് ഒരു നിയമസഭയിൽ കേരളത്തിൽ ഒരു ഇലക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, അതല്ലാതെ ഒരു മേജർ പ്രോഗ്രാം എന്തെങ്കിലും കേരളത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കം എവിടുന്നുണ്ടാവും? ഓരോ ജില്ലകളിലും വെച്ചിട്ട് ഓരോ പ്രോഗ്രാംസുകൾ പങ്കെടുത്തിട്ടാണ് ലാസ്റ്റ് എന്ത് ചെയ്യുക, കേരളത്തിൽ ഒരു മേജർ പ്രോഗ്രാം നടക്കുക. എന്നതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബെറിഡേ എന്ന് പറഞ്ഞിട്ട് 2024 ബെറിഡേക്കുള്ള തുടക്കമാണ് മീഡിയ ഫ്രണ്ട്സ്. ഇത് നിങ്ങൾ എന്നുള്ള വ്യക്തികൾ ബെറിഡേക്ക് ഏത് ലെവലിൽ അവിടെ കയറും? നിങ്ങൾ എന്നുള്ള വ്യക്തികൾ വരുന്ന സമയത്ത് ഏത് കാറിൽ വരും? നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന വണ്ടി ഏതാണ്? നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഏതാണ്? നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഏതാണ്? നിങ്ങൾ ആ സ്റ്റേജിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ബെഞ്ചിലേറ്റാൻ പോകുന്ന പിന്നേതാണ്? മീഡിയ ഫ്രണ്ട്സ്, അതൊരു റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്പൺലി പറയും, കഴിഞ്ഞ ബെറിഡേ പ്രോഗ്രാം നമുക്ക് അറിയാൻ പറ്റും, മറ്റേ അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് പ്രോഗ്രാം ഒരു ഫിലിം ഫെയർ അവാർഡിന് കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെക്കഗ്നേഷൻ ആണ് മീഡിയ ഫ്രണ്ട്സ് അവരെ പലർക്കും കിട്ടിയത്. നമ്മളെ വെബ്സൈറ്റിനകത്ത് കയറി നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്. അതിനകത്ത് ഞാൻ ഇന്നലെ വെബ്സൈറ്റിൽ കയറിയ സമയത്ത് ഞാൻ കാണാൻ പറ്റിയ ഒത്തിരി ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസിന്റെ കളറൊക്കെ കാണുന്ന സമയത്ത് മീഡിയ ഫ്രണ്ട്സ് ഒരു ഫിലിം ഫെയർ അവാർഡിനകത്ത് പോലും അത്രയും കളർഫുൾ ആയിട്ടുള്ള എന്തില്ല ഒരു ഫോട്ടോസ് കാണാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മീഡിയ ഫ്രണ്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ബെറിഡേ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മനോജ് സാർ ഇനി ഒരു ബെറിഡേ സക്സസ്ഫുള്ളി വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെയും ഒരു 10 ഇരട്ടി മുന്നോട്ട് എന്നല്ലാണ്ട് ബാക്കോട്ട് ചിന്തിക്കൂല. കാരണം ഞാൻ മനസ്സിലാക്കിയത്തോളം മനോജ് സാർ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനകത്ത് എന്തൊക്കെ തിരുത്തൽ വേണം അതൊക്കെ തിരുത്തിയിട്ട് നെക്സ്റ്റ് പ്രോഗ്രാമിനകത്ത് ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അതൊക്കെ നോക്കിയിട്ട് ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ പറയിടാണ്, അതവിടെ സക്സസ്ഫുള്ളി ചെയ്തോളും. നമ്മൾ ചെയ്യേണ്ട പണി എന്താ? നമ്മൾ ആ വേദിനകത്തെ രാജാവ് നമ്മളാകണം. അവിടുത്തെ ഏറ്റവും വലിയ വിന്നർ നമ്മളാവണം. അവിടുത്തെ ഏറ്റവും വലിയ പെർഫോമർ നമ്മളാവണം. ആ ലെവലിലുള്ള ഒരു പിന്ന് വാങ്ങിയിട്ട് ആ ലെവലിൽ ഒരു പിന്ന് വാങ്ങിയിട്ട് നമ്മളെ കുടുംബക്കാരും നമ്മളെ അയൽവാസികളെയും ബിസിനസ് നടക്കൂല, ഈ ബിസിനസ്സിനകത്ത് സക്സസ്ഫുൾ ആകാൻ പറ്റൂല എന്ന് പറഞ്ഞോ ആളുകൾക്ക് ആ ഒരു നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു റെക്കഗ്നേഷന്റെ ഫോട്ടോ വിട്ടിട്ട് മീഡിയ ഫ്രണ്ട്സ് വിട്ടൊടുക്കി, എനിക്ക് റെക്കഗ്നേഷൻ കിട്ടിയത് ഇനി സ്ഥലത്തു നിന്നാണ്. മീഡിയ ഫ്രണ്ട്സ്, അതായിരിക്കണം ചലഞ്ച്. ഞാൻ കഴിഞ്ഞ ബെറിഡേ പ്രോഗ്രാം നടന്ന സമയത്ത് പിന്നെ മനോജ് സാറും അതുപോലെ തന്നെ മുബിൻ സാറും നമ്മൾ മറ്റേ നമുക്ക് മൊമെന്റോ തന്ന സാധനം ഞാൻ എന്റെ ഗ്രൂപ്പിനകത്തും നമ്മള് എന്റെ ഫേസ്ബുക്കിനകത്ത് ഇട്ട സമയത്ത് മീഡിയ ഫ്രണ്ട്സ് ആ ഒരു ഫോട്ടോനകത്ത് നിന്നാണ് മീഡിയ ഫ്രണ്ട്സ് എനിക്ക് വലിയൊരു ഓർഡർ വന്നത്. ഓർഡറല്ല, ബിസിനസ് ഓർഡർ അല്ല, എനിക്ക് വലിയൊരു ജോലിക്ക് സാധ്യത കിട്ടിയത്. കാരണം നമ്മൾ ജോലിക്ക് പോകാൻ നിൽക്കല്ലല്ലോ, നീ വലിയൊരു ജ്വല്ലറി ഫീൽഡിനകത്ത് ജ്വല്ലറി കമ്പനിയിലേക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സാലറിയോട് കൂടിയിട്ട് എനിക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് പറഞ്ഞു എന്ത് ചെയ്ത് പുനാര മക്കളെ നമ്മളില്ല. കാരണം എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവിതം ഈ ബിസിനസ്സിനകത്ത് കൂടെ, നമ്മൾ ഈ ബിസിനസ്സിനകത്ത് കൂടെ മീഡിയ ഫ്രണ്ട്സ് ഇനി എന്തുള്ള ആരോഗ്യ ആയുസ്സും ദൈവം എത്ര കാലം തരുന്നോ അത്ര കാലം മീഡിയ ഫ്രണ്ട്സ് നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് തന്നെ. കാരണം എന്താ, നമ്മൾ വാക്ക് കൊടുത്ത് നമ്മള് ജീവിതത്തിനകത്ത് വിജയിക്കാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ 100 കണക്കിന് ആളുകൾ മീഡിയ ഫ്രണ്ട്സ് നമ്മളെ ഓർഗനൈസേഷനകത്തുണ്ട്. ഈ ആളുകളോട് ഇനി 10 കോടി മുന്നിൽ കൊണ്ടുപോയി വെച്ചെന്നാലും മീഡിയ ഫ്രണ്ട്സ് നമ്മളെ കണ്ണ് തള്ളൂല. കാരണം എന്താ അറിയോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വാക്കിനാണ് പേര്. നമ്മൾ ആ പേര് കൊടുക്കാൻ പറ്റുന്ന ദൈവം നമ്മളെ വളർത്തും. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ മൈലേഷ്യൽ ബിസിനസ്സിനകത്ത് വന്നിട്ട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് മീഡിയ ഫ്രണ്ട്സ് ഇന്ന് വരെ ഈ ബിസിനസ്സിനകത്ത് കൂടെ ഒരു പ്രയാസം ഒരു പ്രതിസന്ധി അനുഭവപ്പെട്ടിട്ടില്ല. മീഡിയ ഫ്രണ്ട്സ് ഓപ്പൺലി പറയും, ഒരു പ്രയാസം പ്രതിസന്ധി അനുഭവപ്പെട്ടില്ല. എന്തൊരു സംഭവം പ്രയാസം പ്രതിസന്ധി ലൈഫിനകത്ത് വരുന്ന സമയത്ത് അപ്പം മൈലേഷ്യൽ നമ്മളെ സഹായിക്കും. കാരണം എന്താ, വരുമാനം മൈലേഷ്യലിനെ കൊണ്ട് വരുമാനത്തും ഒരു പ്രയാസം ഒരു പ്രതിസന്ധി ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. നാളെ അത് സംഭവിക്കില്ല എന്നുള്ള 100% ഗ്യാരണ്ടി മീഡിയ ഫ്രണ്ട്സ് എനിക്കുണ്ട്. കാരണം എന്താ, ഐ കാൺ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് ബിസിനസ്സിനെ.
ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് സക്സസ് വരിനെ, ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് എന്റെ അപ്ലൈ. ആ വിശ്വാസമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ്. ഇവിടെ ഫ്രണ്ട്സ് ഇതുപോലെ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റിയാല് 2024 തീരുമ്പോ തന്നെ ഈ ഗ്രൂപ്പിനകത്ത് നിന്ന് ഈ വോയിസ് കേൾക്കുന്ന ഏകദേശം 300ഓളം 290-300ഓളം ആളുകൾ ഈ ഗ്രൂപ്പിനകത്ത് വോയിസ് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ആളുകളെ ജീവിതത്തിനകത്ത് മൈ ഫ്രണ്ട്സ്, നിങ്ങളെ ലൈഫിനകത്ത് ഏറ്റവും വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ പോകുന്ന ഇയർ ആയിരിക്കും 2024. നിങ്ങൾ തുടക്കം കുറിക്കുകയാണെങ്കിൽ 2024 നിങ്ങളെ തുടക്കം, നിങ്ങളെ ലൈഫിനകത്ത് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയർ ആയിരിക്കും 2024. 25, 26 നിങ്ങൾ ജീവിതത്തിനകത്ത് മൈ ഫ്രണ്ട്സ്, നിങ്ങൾ MRP, ഞാൻ രാവിലെ പറഞ്ഞ വാക്ക്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വാല്യൂ ഇടാം. നിങ്ങൾ എത്ര ലക്ഷം രൂപ വരുമാനം വയ്ക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടിയ ഫ്രണ്ട്സ്, അതിന് ഇന്ന് പണിയെടുക്കണം. ഇന്ന് പണിയെടുക്കാതെ അന്നാന്താവൂല. സോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കാൻ പോവാണ്. GTS-നകത്ത് ശരിക്കും പ്രൊമോട്ട് ചെയ്യാം. ബെറിസ്റ്റാറിന്റെ അപ്പം മീറ്റിംഗ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ ടിക്കറ്റ് എല്ലാ STC-കളോടും എല്ലാ ആളുകളോടും പറഞ്ഞ ടിക്കറ്റ് ഒരിക്കലും റിട്ടേൺ ഇല്ല. ലാസ്റ്റ് സമയത്ത് നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ് കൊണ്ടുപോയി റിട്ടേൺ ടിക്കറ്റ് ഉണ്ടാവില്ല, എനിക്ക് ഗ്യാരണ്ടി ചെയ്താരാ. പക്ഷെ എന്നാലും ഞാൻ പറയാം, ആരെങ്കിലും കൊണ്ടുവന്നാൽ ഒരിക്കലും കൊടുക്കുക. ആരെങ്കിലും എടുത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ, ഞാൻ ഇപ്പൊ ഇതിനകത്ത് നിശാന്തി ഒത്തിരി ടീമുണ്ട്, ആരെയും ടിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് തന്നോളൂ, എനിക്കിവിടെ ആവശ്യം. കാരണം എന്താ, നമ്മള് ഈ ബിസിനസ്സിനകത്ത് ഒരു പച്ച ആളുകളെ വാർത്തെടുക്കാൻ വേണ്ടി തീരുമാനം എടുത്തിട്ട് സക്സസ് വരെ ഇറങ്ങിയ സമയത്ത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടും വളരെ കോർ ആയിട്ടുള്ള ആളുകളെ ആ മീറ്റിങ്ങിനകത്ത് എത്തിച്ചിട്ട് 2024 നടക്കുന്ന ബെറിഡേക്ക് നിങ്ങളെ ജീവിതത്തിനകത്തും സക്സസ്ഫുൾ ആകാൻ പോകുന്ന ഒത്തിരി ആളുകളെ അണിനിരക്കുന്ന പ്രോഗ്രാമാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ബെറീഡ് ആൻഡ് അപ്പോന്റെ മീറ്റിംഗ് മലപ്പുറത്ത് വെച്ച് നടക്കുന്നത്. അത് ശരിക്കും എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം, അത് ഉപയോഗപ്പെടുത്തി. സെയിം ടൈം GTS, മനോജ് സാർ വരുന്ന GTS ആണ്. ആ GTS-നകത്ത് ഞാൻ അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ കൂടി പറയാം. GTS കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ 5-6 മണിയാണ് നമുക്ക് അവിടെ ഹോൾ എന്ത് ചെയ്തത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹോൾ ഷാർപ്പ് 6 മണിക്ക് ഫിനിഷ് ചെയ്യും. 6 മണി കഴിഞ്ഞാൽ 6 മണിക്ക് നമുക്ക് DTC എന്റെ പോലെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ എക്സ്ട്രാ ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DTC എന്റെ പോലെ മീറ്റിംഗ് നമ്മൾ ഷാർപ്പ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഒരു 1.5 മണിക്കൂർ നേരം നമുക്ക് എന്തില്ല DTC എന്റെ പോലെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ DTC-കളും അതിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്യുക, അവിടെ പ്രോഗ്രാമിനകത്ത് എത്തുക. അതല്ലാതെ നിങ്ങൾ ടീമിന്റെ കൂടെ വന്നിട്ട് പിന്നെ ഓരോ കൂടെ പോകുന്നുള്ള തീരുമാനത്തിൽ വരരുത്. എല്ലാ DTC-കളും പ്രോഗ്രാം കഴിഞ്ഞ് ടീമിനെ വിട്ടിട്ട് നിങ്ങൾ ഒരുമിച്ച് പോകാനുള്ള സെറ്റപ്പിലായിരിക്കണം എല്ലാ DTC-കളും അവിടെ വരേണ്ടത്. കാരണം നമ്മൾ ഒത്തിരി വിഷൻ ഒത്തിരി പർപ്പസോട് കൂടിയിട്ടാണ് സക്സസ്ഫുൾ ഇനി മൂവ് ചെയ്യുന്ന ആ തീരുമാനത്തിൽ ഇടാൻ. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ആളുകളെ ജീവിതത്തിനകത്ത് മൈ ഡിയർ ഫ്രണ്ട്സ് സക്സസ് കൺഫേംഡ് ആണ്, യാതൊരു സംശയം കരുതണ്ട. ഇറങ്ങുക, പ്രവർത്തിക്കുക. ഒരേ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ ഒരു ഓർഡിനറി പീപ്പിൾ ആണോ, ഒരു ഓർഡിനറി മാൻ ആണോ? ഒരു ഓർഡിനറി മാന്റെ ചിന്ത ജോലി പണി എന്നുള്ളതാ. അത് ഒഴിവാക്കിയിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി മാൻ ആണോ? നിങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ടോ? അതോ നിങ്ങളൊരു ലെജൻഡർ ആണോ? നിങ്ങൾക്ക് വിഷൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എന്തായിരിക്കും ഈ ലെജൻഡറും വിഷനും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പർപ്പസും ഒരു ലക്ഷ്യവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഒരു വിഷനും ഉണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, അത് പൂർത്തീകരിക്കാൻ സക്സസ് നിങ്ങളെ കൂടെ നിൽക്കും. നിങ്ങളെ സക്സസിലേക്ക് നയിക്കും. നിങ്ങളെ മുന്നോട്ട് നീക്കാൻ വേണ്ട എന്ത് സംഭവം ഉണ്ടെങ്കിലും സക്സസ് നിങ്ങളെ ലീഡർ നിങ്ങളെ മുന്നിൽ നിൽക്കും. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ആ പർപ്പസും വിഷനും ഉണ്ടാകും. എന്നാൽ ഞങ്ങളെ കൂടെ നിൽക്കാൻ നമ്മൾ എല്ലാവരും റെഡിയാണ്. കാരണം നമുക്ക് ആവശ്യം പർപ്പസും വിഷനുള്ള ആളുകൾ തന്നെ. അവർക്ക് വേണ്ടി എന്ത് സാധനം സക്സസ് തരും. അത് ആ രീതിനകത്ത് 2024, 25, 26 നിങ്ങളെ സക്സസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയ ഫ്രണ്ട്സ് നമ്മൾ ഇരിക്കുന്ന ഓരോ പ്രോഗ്രാമുകൾ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു വിഷനറി ഉള്ള വ്യക്തിയായിരിക്കണം. നിങ്ങൾ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തികളായിട്ട് മാറണം. അത് നിങ്ങൾ മെമ്മറി ചേഞ്ച് ചെയ്യണം, മൈൻഡ് മാറണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കണം. ഒരു പ്രോപ്പർ മെന്ററെ കണ്ടെത്തിയിട്ട് എന്താണ് നിങ്ങൾ ഗൈഡൻസിലൂടെ കൂടെ വളരണം. ദ സെയിം ടൈം മൈ ഡിയർ ഫ്രണ്ട്സ്, കൺസിസ്റ്റൻസി, കമ്മിറ്റ്മെന്റ്. ഈ ബിസിനസിനോട് കമ്മിറ്റ്മെന്റും കൺസിസ്റ്റൻസി ഉള്ള ഏതൊരു വ്യക്തിന്റെ ജീവിതത്തിനകത്തും വലിയ മാറ്റം ഉണ്ടാക്കാൻ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഈ ബിസിനസിനകത്ത് പറ്റും. ഇതിലും വലിയ സൗകര്യം ഇനി നമ്മളെ മുന്നിൽ വരാനില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്നലെ മനോജ് സാർ പറഞ്ഞു, ലോകത്തിൽ എത്രയോ കോടികൾ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയുമായിട്ടാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ വന്ന പ്ലാറ്റ്ഫോം എവിടെയാന്നുള്ളത്, വിജയിക്കാനുള്ള എല്ലാ പ്ലാറ്റ്ഫോമും കറക്റ്റ് ആണ്. നമ്മളെ മെമ്മറി മാത്രം ചേഞ്ച് ചെയ്താൽ മതി, നമ്മളെ ബ്രെയിൻ കണ്ടീഷൻ മാത്രം മാറ്റിയാൽ മതി. നമ്മൾ ഈ മെമ്മറി, ഈ ചിപ്പ് എടുത്ത് മാറ്റിയിട്ട് നമ്മളൊരു കറക്റ്റ് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്നു, പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 5-ൽ കൂടുതൽ ആക്ടിവിറ്റീസ് മൈ ഡിയർ ഫ്രണ്ട്സ് ഡെയിലി ഇടുന്ന രീതിനകത്തേക്കുള്ള ഒരു രീതിനകത്തേക്ക് നിങ്ങളെ വർക്കിനെ മാറ്റിയിട്ട് 2024 നിങ്ങളെ വരുമാനം 25,000, 30,000, 50,000, 1,00,000, 2,00,000 ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. സക്സസ് കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും സക്സസിലേക്ക് നയിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു നിർത്തുന്നു. താങ്ക് യു. ഇന്ന് ഇത്രയും നല്ലൊരു അവസരം തന്നതിനും നിങ്ങൾ ഇത്ര നേരം കേട്ടുന്നതിനും ദൈവം
ശരിക്കും നിങ്ങളെ ജീവിതത്തിനകത്ത് എന്റെ ജീവിതത്തിനകത്തും നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.